നേരത്തിലായിട്ടൊരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. നേത് ഹിമാറിനെ എനിക്ക് കണി കണ്ടത്. ആളെ കിട്ടിപ്പോയി മതി. ഹലോ നമസ്കാരം, വള്ളിക്കെട്ട് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് പുതിയ രണ്ട് വള്ളികളാണ്. പച്ച വീട്ടിൽ പ്രശ്നേഷ് കുമാറും പ്രശ്നേഷ് കുമാരിയുമാണ്. ദൈവമേ, ഇപ്പൊ താഴെ നിന്ന് മനുഷ്യനല്ലേ ഇത്? ഇങ്ങനെ ഇതെങ്ങനെ മുകളിൽ കേറി? ഇതെങ്ങനെ കേറി? കേറിയതല്ല, എന്നെ കേറ്റിയതാ. അത് ചോദിക്കണോണ്ടൊന്നും തോന്നില്ലേ? ഈ മൈക്ക് കഴുകിയായിരുന്നു. ഓ പിന്നെ സോപ്പിട്ട് കഴുകിയത്. എനിക്ക് പൊടിയിൽ അലർജിയൊക്കെ ഉള്ളതാ. ഒരു ടിഷ്യൂ തരൂ. എന്തോന്ന്? എനിക്ക് പൊടിയിൽ അലർജിയൊക്കെ ഉള്ളതാ. ഒരു ടിഷ്യൂ തരൂ. നീ വിഷമിക്കാണ്ടി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല. അതെ, ഈ ടിഷ്യൂ തുടയ്ക്കാൻ വേണ്ടിട്ട് വേറൊരു ടിഷ്യൂ തരുമോ? അപ്പൊ ഈ ടിഷ്യൂ തുടയ്ക്കാൻ വേണ്ടിട്ട് വേറൊരു ടിഷ്യൂ തരുമോ? നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. തുടയ്ക്കാനാണെങ്കിൽ ഈ ടിഷ്യൂ എടുത്തോളൂ. ഇത് ഞാൻ തുടച്ച ടിഷ്യൂ ആണ്. എനിക്ക് അത് മതി. ഞങ്ങൾക്ക് ഇതാണ് കുറച്ചുകൂടെ സൗകര്യം. നിങ്ങൾ ടിഷ്യൂവിനെ ഇത്ര പ്രേമിക്കാൻ കാരണം എന്താ? ചെറുപ്പം മുതലേ ചേട്ടൻ എവിടെ ഇഷ്യൂ ഉണ്ടാലും അവിടെ ഒരു ടിഷ്യൂ കൊണ്ടുവരും. ചേട്ടന്റെ ഒരു കൾച്ചറേ ഒരു ടിഷ്യൂ കൾച്ചറാ. അതെ, ഈ വെള്ളം ഇത് കഴുകിയ വെള്ളമാണോ? പിന്നെ പാത്രങ്ങൾ കഴുകിയ വെള്ളമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നല്ല ഐഡിയ. എന്റെ സമനില തെറ്റിയിരിക്കുക. ദേഷ്യം വന്ന് ഞാൻ എന്തൊക്കെ പറയുന്നു എനിക്ക് തന്നെ അറിയില്ല. എന്നാലും എന്റെ ഒരു ഉറപ്പിന് കുറച്ച് സാനിറ്റൈസർ കിട്ടുമോ? പിന്നെ സാനിറ്റൈസറും ഡെറ്റോളും എല്ലാം അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ധൈര്യമായിട്ട് കുടിച്ചു. ഒന്നും തോന്നല്ലേ, ചേട്ടന് ചെറുപ്പം മുതലേ PCOD അസുഖമുള്ളതുകൊണ്ടാ. PCOD ആണുങ്ങൾക്കാ? അതെ, ചെറുപ്പം മുതലേ വന്നതാ. വീട്ടിൽ പ്രശ്നേഷ് കുമാറിന്റെ യുവതലമുറയോട് എന്താണ് പറയുന്നത്? ഓരോ 30 മിനിറ്റിലെ ആലപ്പുഴ ബീച്ചിൽ ഓരോ സിറിഞ്ചുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ പാവപ്പെട്ട പിള്ളേർക്ക് ഡ്രഗ്സ് അടിക്കാൻ സിറിഞ്ച് കിട്ടാനില്ല. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. ഇതൊന്നും പറയാൻ നിങ്ങൾ മീഡിയക്കാർക്ക് നേരമില്ല. ഒരു തടി മില്ലിൽ ചെന്നിട്ട് പൊടിയില്ലാതെ തടി ഇറക്കാൻ പറഞ്ഞാൽ അവനെ കൊണ്ട് കഴിയില്ല. അവൾ കൊണയെടുത്ത് തുടങ്ങി. ഇനി നിർത്തൂല. 1 കിലോ അരിപ്പൊടിയിൽ എന്തുമാത്രം പൊടിയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ? ആറ്റുനോറ്റൊരു ഡസ്റ്റർ കാറെടുത്ത് അതിൽ മൊത്തം ഡസ്റ്റ്. പോയിട്ട് വേറെ ജോലി ഉണ്ടാ. ഇവിടെ ഡോക്ടർ വേണ്ട, എഞ്ചിനീയർ വേണ്ട, കൃഷിക്കാർ വേണ്ടെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഡീപ് ക്ലീൻ ചെയ്യാനും കുറച്ച് ആൾക്കാർ വേണം. വെള്ളം ആവശ്യം, ഡീപ് ക്ലീൻ അത്യാവശ്യം. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. എന്ത് ചൂട് വടക്കോ? ഞാൻ പോകുന്നു. ബൈ ബൈ.